മുൻ മുഖ്യമന്ത്രി മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല. ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനായി ഡോക്ടേഴ്സിന്റെ വിദഗ്ധ സംഘത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിയോഗിച്ചിട്ടുണ്ട്. ശ്രീത്ത് തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകൾ ഈ രീതിയിലായിരുന്നില്ല. കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുണ്ട് ആരോഗ്യസ്ഥിതി VSന്റെ എന്നൊക്കെയായിരുന്നു. ഇതിപ്പോൾ ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് എന്താണ്? ഇതിപ്പോൾ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം എന്ന നിലയിലേക്ക് എപ്പോഴാണ് മാറിയത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ശ്രീത്ത്? മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം, വൃക്കകളുടെ പ്രവർത്തനം എന്നിവ സംബന്ധിച്ചാണ് കാര്യമായ ആശങ്കയുള്ളത്. മാത്രമല്ല, അണുബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ഇന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികൾ നിരീക്ഷിക്കാനായി എത്തിയ സർക്കാർ നിയോഗിച്ച മെഡിക്കൽ ബോർഡും വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അണുബാധ കൂടി വന്ന സാഹചര്യത്തിൽ ഗുരുതരാവസ്ഥ തന്നെയാണ്, അതിൽ മാറ്റമില്ല. എന്നാൽ നിലവിലുള്ള ചികിത്സ തുടരാനാണ് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം സ്റ്റേബിളായി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഡയാലിസിസ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. നേരത്തെ ഡയാലിസിസ് നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ രക്തസമ്മർദ്ദത്തിൻ്റെയും മറ്റും വൃക്കയുടെ പ്രവർത്തനത്തിലുമാണ് ആശങ്കയുള്ളത്. എന്തായാലും പരമാവധി അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നാണ് കുടുംബത്തിൻ്റെ താല്പര്യം. അതനുസരിച്ചാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും പ്രവർത്തനം. ഈ ചികിത്സാ രീതികൾ തന്നെ തുടരട്ടെ എന്ന് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല എന്നതാണ് ആശങ്കാജനകമായ കാര്യം. ശരി, ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.